വെൽക്കം ബാക്ക് അടുത്ത വീഡിയോ. ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹി എന്ന മഹാനഗരത്തിലാണ്. ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങള് നന്നായി എൻജോയ് ചെയ്ത് കാണാൻ മാത്രം ഉണ്ടല്ലോ. അതെ, യെസ്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ പോകാൻ പോകുന്നു മണാലി എന്ന സ്വപ്ന സുന്ദരമായ സ്ഥലത്തേക്ക്. ഡ്രീം പ്ലേസ് ആണ്. കഴിഞ്ഞ 4 ദിവസം മുമ്പ് അവിടെ ഭയങ്കര സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം ഏതാ? ശനിയാഴ്ച. ഏതായിരുന്നു ഡേറ്റ്? എന്നായിരുന്നു? മാർച്ച് 8 വിമൻസ് ഡേയുടെ അന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെ സ്വന്തമായി മണാലിയിലേക്ക് പോയി വരാം എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം വിത്ത് ഷാനഡോസ്. പൊതുവെ ആളുകൾ മണാലിക്ക് പോകുന്നത് 2 രീതിയിലാണ്, ബസ്സിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിലും. അതായത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറും, അവിടെ നിന്ന് ബസ് വഴി നമ്മൾ എന്ത് ചെയ്യും, മണാലിയിലേക്ക് പോകും. അങ്ങനെയാണ് പൊതുവെ ആളുകൾ ചെയ്യാറ്. ചില ആളുകൾ ട്രെയിൻ വഴി വരാറുണ്ട്. ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2 ദിവസം എടുക്കും. അത്രയും നമ്മൾ യാത്ര ചെയ്യണം, വഴിയിൽ വരുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുവരാം. അധികം സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് വരാവുന്നതാണ്. ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണാലിക്കുള്ള ബസ് സ്റ്റേഷനുകൾ പ്രധാനമായി 2 സ്ഥലത്താണ്. ഒന്ന് ISBT, പിന്നെ മജ്നു കാട്ടിലയും. ഇപ്പൊ ഞങ്ങളുള്ളത് മജ്നു കാട്ടില എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഭോലേനാഥ് ട്രാവൽസിന്റെ ബസ്സിലാണ് ഞങ്ങളിന്ന് പോകാൻ പോകുന്നത്. സോ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാമെന്നുള്ളൂ. സ്വന്തമായിട്ട് എങ്ങനെ വരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ മണാലി വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ മണാലിയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങോട്ട് ചേരും മണാലി? അടിപൊളിയാണ് മണാലി, സൂപ്പർ അടിപൊളി സ്ഥലമാണ്. രാവിലെ 7 മണിക്ക് മണാലി, കറക്റ്റ് 7 മണിക്ക് മണാലി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ വോൾവോ ബസ് സ്റ്റാൻഡാണ്. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് തണുത്ത് വിറച്ച് നിന്ന് ആ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു ഗ്ലൗസ് ഇട്ട് പോലും തണുപ്പ് പറഞ്ഞില്ല. നമ്മുടെ കൈ ഓൾറെഡി തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ കാര്യമില്ല. കൈക്ക് മാത്രമായിരുന്നു ഭയങ്കര പ്രശ്നം. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. യെസ്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ വന്ന് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങും. അവിടെ തന്നെ നിങ്ങൾക്ക് ടാക്സി കിട്ടും. ടാക്സിയിൽ നേരെ നിങ്ങൾ എവിടെയാണോ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടേക്ക് വരിക. ഞങ്ങൾ താമസിക്കുന്നത് റസ്റ്റിക് വുഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ടോ കോട്ടേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഒരു മലമുകളിൽ നല്ല വ്യൂ ഒക്കെ കാണുന്ന, ഞങ്ങൾക്കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് മഞ്ഞുമല. പ്രത്യേക ഒരു കാഴ്ച എന്ന് വെച്ചാൽ താഴെ കാണുന്ന ആപ്പിൾ ട്രീസ് ആണ്. അതെല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. താഴെ കാണുന്ന മരങ്ങൾ മുഴുവൻ ആപ്പിളുകളാട്ടോ. നിങ്ങൾക്കിപ്പോ സെപ്റ്റംബർ ടൈമിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിറച്ച് കാഴ്ച കിടക്കുന്ന ആപ്പിളുകൾ കാണാം. എന്തായാലും ആ ഒരു സീസണിൽ കൂടി വരണം. എന്ത് ഭംഗിയുള്ള മലനിരകളാന്ന് നോക്കിയേ. നല്ല അടിപൊളി ഒരു കോട്ടേജ് ആട്ടാ, റസ്റ്റിക് വുഡ്. അത്യാവശ്യം നമുക്ക് ഒരു 3000 റുപ്പീസ് വരുന്നുണ്ട് 1 ഡേ സ്റ്റേക്ക്. ആക്ച്വലി ഞങ്ങളിവിടെ പാക്കേജ് എടുത്തേക്കാണ്. ഞങ്ങളൊരു ചെറിയൊരു ബഡ്ജറ്റ് പാക്കേജാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം ഞങ്ങൾക്ക് ബഡ്ജറ്റ് തോന്നിയ ഒരു നല്ലൊരു പാക്കേജ് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പാക്കേജ് എടുക്കാം. പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസ്കുകൾ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അവർ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അത് ഫോളോ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ ഓരോ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യണം. അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഇല്ല, ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 10,000-3000 രൂപയൊക്കെ നമുക്ക് ലാഭിക്കാന്ന് മാത്രം ഇവിടെ വന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളവർക്ക് തന്നെ പാക്കേജ് വന്നിട്ട് ഇപ്പൊ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് മണാലി. ഇപ്പൊ ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മണാലിയാണ്. മണാലി ജസ്റ്റ് ടൗൺ കാര്യങ്ങളൊക്കെ ഒരു 3-4 സ്ഥലങ്ങളൊക്കെ സിറ്റി ടൂർ പോലെ പോകുന്നു. അതിനുശേഷം പിന്നെ നാളെ സൊലാങ് വാലി പോകുന്നുണ്ട്. കാലാവസ്ഥ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ള അടൽ ടണൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം കാണാൻ പോകുന്നതായിരിക്കും. അതിനുശേഷം കുളുവിൽ പോവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോഷ് വില്ലേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാക്കേജിൽ വക പാക്കേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഞങ്ങൾ പോകാൻ പോകുന്നത് ഇപ്പോൾ സൊളാങ് വാലി, അതിനുശേഷം കുളുവിൽ പോകും, അതിനുശേഷം നേരെ ഡൽഹി. അങ്ങനെയാണ് ഞങ്ങളുടെ പാക്കേജ്. സോ നിങ്ങൾക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്യുക. മണാലി ടൗണിൽ എവിടെയെങ്കിലും ഒരു റൂം ബുക്ക് ചെയ്യുക. അവിടെ ബസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ടാക്സി കിട്ടും. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അതിനുശേഷം റൂമിൽ നിന്ന് ഓരോ ദിവസമായിട്ട് ഈ ഐറ്റിനറി പ്ലാൻ പോലെ തന്നെ ഒരു ദിവസം ഇന്ന സ്ഥലങ്ങളൊക്കെ പോവുക, അടുത്ത ദിവസം ഇന്ന സ്ഥലങ്ങളൊക്കെ പോവുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന മുഴുവൻ കോട്ടേജുകൾ കേട്ടോ. ഒരു 60% ഒക്കെ കോട്ടേജുകളാണ്. സൂപ്പർ യാക്കില് കയറി. യാക്കിന്റെ മുകളിൽ അങ്ങനെ ആദ്യത്തെ സ്ഥലം കാണാൻ പോവാണ്. നമ്മുടെ മേടിച്ചത് ഒരാൾക്ക് 150 രൂപ വെച്ച്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആട്ടോ. 300 രൂപയ്ക്ക് പറയും.
100 രൂപയ്ക്കൊക്കെ ആവും. ഞാൻ 150 രൂപ വെച്ച് കൊടുത്തു ഒരാൾക്ക്. ഇത് കൊള്ളാട്ടാ. ഇതിന് അടിക്കണൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. പക്ഷെ നല്ല രസമാണ് ഇതിന്റെ മുകളിൽ. ഇതിന് അവരിടയ്ക്ക് അടിക്കണൊക്കെ ഉണ്ട് പാവം അല്ലേ. എന്തായാലും ഒരു ആഗ്രഹമല്ലേ. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ പ്ലാൻ പ്രകാരം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹഡിംബ ടെമ്പിളിലാണ്. ഈ സ്ഥലം വളരെ മനോഹരമായിട്ടാ. ദേവദാരു മരങ്ങളാൽ ചുറ്റപ്പെട്ട ഫുള്ള് ദേവദാരു മരങ്ങളാണ്. എന്ത് രസം അറിയുക കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവദാരു മരം ഇത്രയധികം ശ്രദ്ധിക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. കണ്ടപ്പോ പെട്ടെന്ന് പൈൻ ട്രീ ആണെന്ന് വിചാരിച്ചു, പക്ഷേ പൈൻ ട്രീ അല്ല. യെസ്, അതിന്റെ കായൊക്കെ ഏകദേശം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഈ സ്ഥലത്തിന്റെ പേരാണ് ഹഡിംബ ടെമ്പിൾ. ആക്ച്വലി മഹാഭാരതത്തിലെ ഭീമന്റെ വൈഫായിട്ടുള്ള ഹിഡംബി ദേവിയെ കുറിച്ച് നമ്മൾ മഹാഭാരതത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് ഈ ഒരു ഹഡിംബ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ആളുകളൊക്കെ ചവിട്ടിയിട്ട് ഫുള്ളി ചെളിയായിട്ടുണ്ട്. ദൈവമേ, കാലൊക്കെ ചെറുതായിട്ട് വഴുകി പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് അനുഗ്രഹം മേടിക്കാനൊക്കെ ക്യൂ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു ടെമ്പിളിന്റെ ഫ്രണ്ട് സൈഡ്. ഇങ്ങനെ പോണ സമയത്ത് ഇതാ നോക്കിയേ, ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പട്ടി, ഒരു സിംഗക്കുട്ടൻ ഇങ്ങനെ കിടക്കുകയാണ്. ആരും മൈൻഡ് ചെയ്യാതെ. നല്ല സൈസ് ഉണ്ട്. ബബ്ലി ആയിട്ടുള്ള ഒരു പട്ടി. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വാളും പരിചയം അങ്ങനെയുള്ള പഴയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ആർട്സ് ആൻഡ് ഫോക്സ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു മ്യൂസിയം ആണ്. മെയിൻ റോഡിന് ഏകദേശം ഒരു 200 മീറ്റർ നടന്ന് നമുക്ക് ടിബറ്റൻ മൊണാസ്ട്രി എത്താൻ സാധിക്കും. നമ്മൾ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ടിബറ്റൻ മൊണാസ്ട്രി, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ്. ബുദ്ധന്മാരൊക്കെ ധ്യാനിക്കാൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണിത്. ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു മലയും ഫുൾ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന ഒരു മലയാണ്. പിന്നെ ഇവിടെ നടുക്കായിട്ട് ഒരു ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. അവിടെ ഇപ്പോൾ കപ്പിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കൾച്ചറൽ ഡ്രസ്സൊക്കെ അവർ തന്നെ ഇട്ട് തരും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരു കാം മൈൻഡിലാണ് നിൽക്കുന്നത്. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു റിലാക്സേഷൻ മോഡിലാണ് ഇവിടെ വരുമ്പോൾ തന്നെ. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ചുറ്റും കിട്ടുക. ചുറ്റും മലനിരകൾ, അതിന് സെൻട്രലായിട്ട് ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. മൊണാസ്ട്രിയുടെ തൊട്ടടുത്ത് തന്നെയാണ് വൻ വിഹാർ പാർക്ക്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലാണ്. അവിടേക്ക് കയറാനായിട്ട് 2 പേർക്ക് 100 രൂപ, ഒരാൾക്ക് 50 രൂപ വെച്ചാണ്. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ നമുക്ക് സീനിയർ സിറ്റിസൺ ഏരിയ ഉണ്ട്, അതായത് വയോധികരായിട്ടുള്ള ആളുകൾക്കുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റിഫ്രഷ്മെന്റ് പോയിന്റ്, ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എല്ലായിടത്തും CCTV ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഷാരു പറഞ്ഞ മൊബൈൽ ഫോട്ടോ എടുക്കണോ? कितना जी चाटी താഴെ നോക്കിയേ, താഴെ ഒരു ലേക്ക് കാണാൻ പറ്റും. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലേക്കാണ്. ഇവിടെ പെഡൽ ബോട്ടിങ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞങ്ങള് തിരിച്ചു പോവാണ് അല്ലേ. ഇവിടെ കാമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ, അത്രമാത്രം. പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല എൻജോയ് ഒക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാം. കുറച്ച് നേരമൊക്കെ ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് പോവാം. നിങ്ങൾ പാക്കേജൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ സ്വന്തമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്ത് നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്ത് പോവാം. ഇവിടെ ജിലേബി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് കേട്ടോ, ജാഗ്രി. ഭയ്യ ജാഗ്രിയാ കിतना कितना 6 പീസ് कितना 60. നമ്മളിപ്പോ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് എന്നുള്ള ഒരു ഹോട്ടലിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടലിന്റെ ബാക്ക് സൈഡ് വ്യൂ അവിടെയാണ് ഞങ്ങളിപ്പോ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു റിവറിനോട് ചേർന്നിട്ടുള്ള നല്ലൊരു വ്യൂ ആണ്. സോ ഈ ടൈമിൽ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റ് അങ്ങനെ കൊണ്ടിരിക്കാൻ നല്ല വൈബാണ്. എല്ലാം നല്ല നല്ല അതെ, നല്ല വൈബ്, നല്ല റേറ്റ്, എല്ലാം സൂപ്പറാണ്. എല്ലാം ഇവിടുത്തെ അടിപൊളിയാ. പല സ്ഥലത്തും പല പല റേറ്റ്. പക്ഷെ ഇവിടെ വന്നിട്ട് 410 രൂപയാണ് ഒരു ബിരിയാണിക്ക്. അത് ലേശം കൂടുതൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ഹോട്ടലിലേക്ക് അത്യാവശ്യം കൂടുതൽ തന്നെയായിരിക്കും. ബട്ട് എൻജോയ് ചെയ്യാം.
ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ പുലാവും. അതാണ് ഞങ്ങൾ ഓർഡർ Oh ചെയ്തേക്കുന്നത്. my God, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാടാ. പണ്ട് ആന്റിയൊക്കെ രാജസ്ഥാനിൽ വരുമ്പോൾ ഈ മിക്സർ അച്ചാർ കൊണ്ടുവരും. അവിടുത്തെ പപ്പടം, വലിയ പപ്പടം ഇല്ലേ, വലിയ പപ്പടം, പിന്നെ അച്ചാർ, ഇതിൽ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും റെസ്റ്റിക് ഫുഡിലാണ്. സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള മണാലി സിറ്റി ടൂറൊക്കെയാണ് കവർ ചെയ്തത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നു സൊളാങ് വാലി. യെസ്, എക്സൈറ്റഡ് ആണ്. അത്യാവശ്യം മഞ്ഞക്കുള്ള ഒരു ഏരിയയാണ് സൊളാങ് വാലി. അവിടെ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ സിസുവിൽ പോവും, ചിലപ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് 4x4 ആണ് പോകുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി അറേഞ്ച് ചെയ്യണം. വണ്ടി ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം നിലവിൽ ഞങ്ങൾ സൊളാങ് വാലിയിലേക്കാണ് പോകാൻ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ അഡൽട്ട് ടണൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിൽ സൊളാങ് വാലി കഴിഞ്ഞ പിന്നെ അഡൽട്ട് ടണൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ സിസു പോവാണെന്നുണ്ടെങ്കിൽ ആ വഴി പോകണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളും കാത്തിരിക്കുക, ഞങ്ങളും എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസത്തെ. സോ നമ്മുടെ വണ്ടി റെഡിയാണ്, പോവാല്ലേ? അങ്ങനെ നമ്മൾ റെന്റൽ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഏകദേശം 250 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് റെന്റ് കിട്ടും. സോക്സ് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും. അച്ഛേ ഓക്കെ, അതാ സോക്സ് കിത്തന റുപ്പി? 100. അങ്ങനെ നമ്മൾ 250 രൂപയുടെ വാടകയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഇവർ പറയുന്നത് സൊളാങ് വാലിയിൽ മഞ്ഞൊന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല, അഹമ്മദാബാദിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരു ടീം വിളിച്ചിട്ട് ഇവിടെ നിന്ന് അഹമ്മദാബാദിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6000 രൂപയൊക്കെ പറയുന്നത്. ഫൈനലി 5000 രൂപയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ സൊളാങ് വാലി പോയിട്ട് ബാക്കി സിസു ഒക്കെ നല്ല മഞ്ഞ് മൂടി കിടക്കുക, അവിടേക്ക് എൻട്രൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഇങ്ങനെ നമ്മളിട്ട് കൺഫ്യൂഷൻ ആക്കും കുറെ ആളുകൾ. എന്തായാലും നമുക്ക് പോയി തന്നെ കാണാം, വരുന്നവിടെ വെച്ച് കാണാം അല്ലേ? അതെ, ഗ്ലൗസ് ഒക്കെ റെഡി ആവട്ടെ. ഗ്ലൗസ് ഒക്കെ ഇട്ട് അങ്ങനെ റെഡിയായി ഞങ്ങളിങ്ങനെ പോകുന്നു. ചുറ്റും മഞ്ഞുമലകൾ, ഫ്രണ്ടിലിതാ മഞ്ഞ്, സൈഡിലിതാ മഞ്ഞുമലകൾ കാണാൻ ഞങ്ങൾക്ക്. ഇതൊക്കെ മണാലിയുടെ ഭാഗങ്ങൾ തന്നെയാ കേട്ടോ. ഇപ്പൊ നമ്മള് സൊളാങ് വാലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടി ഉള്ളൂ. നോക്കിയേ, ചുറ്റും മഞ്ഞാട്ടാ, ഒരു രക്ഷയില്ല. സിസുവിലൊക്കെ ഫുള്ള് മഞ്ഞ് വീഴ്ച എന്നാണ് പറയണത്. നമ്മുടെ ഡ്രൈവറൊക്കെ പറയുന്നു അവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ക്ലോസ്ഡ് ആണെന്നാണ് പറയണത്. നമ്മള് സൊളാങ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്, നോക്കിയേ. അങ്ങനെ ഞങ്ങള് സൊളാങ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജാസ്തി നല്ല ട്രാഫിക്കാണ്. ഏണ്ടേ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ താഴെ തന്നെ നടന്നാണ് കേറി വന്നത്. ഷാരിന്റെ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ബ്യൂട്ടിഫുൾ. താങ്ക് യു. അങ്ങനെ നമ്മൾ സൊളാങ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കാലി വെച്ച് കഴിഞ്ഞാൽ ഇതാ പോളൂ, പകുതി മുക്കാലും പോയി. ഇതാ പോളൂ, നല്ല രസാട്ടാ. അല്ല കുഴിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അറിയില്ല. ടാറ്റാ ബൈ ബൈ. സോ എൻജോയ്മെന്റ് കേട്ടാ. മസ്റ്റായിട്ടും വേറെ ഒരു സ്ഥലമാണ് സൊളാങ് വാലി എന്നാണ് എല്ലാവരും പറയാറ്. ഞാനും അങ്ങനെ തന്നെയാണ് പറയണത്. എൻ്റെ ദൈവമേ, ജീവിതത്തിൽ ഇതാ പോളൂ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളിവിടെ വായോ. ഒരുപാട് സേവിങ് ഒക്കെ ചെയ്തിട്ട് വരാനൊന്നും നോക്കണ്ട, ആർക്കും നടക്കുന്നില്ല. ഒരു ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്യുക, വരിക, പരിപാടി അവസാനിപ്പിക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്തായാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. സാഹചര്യങ്ങൾ എപ്പോഴും പ്രതികൂലമായിരിക്കും, പക്ഷെ നമ്മളങ്ങോട്ട് ചെയ്യുക, ഡു സംതിങ്. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ATVയിൽ എടുത്തേക്കാണ്, ടിക്കറ്റ് എടുത്ത് കയറിയേക്കാണ്. വെറും 1200 രൂപ ഉള്ളൂ. ഇവിടെ 1500 രൂപയ്ക്കാണ് കേട്ടോ പറയാം, പക്ഷെ നമ്മൾ 1200 രൂപ കൊടുത്തുള്ളൂ. കംപ്ലീറ്റ് ഓഫ് റോഡ് ആണ് ഗൈസ്, കംപ്ലീറ്റ് ഓഫ് റോഡ്. സൊളാങ് വാലിയിലാണ്. അമേസിങ്. സോ ഗൈസ്, സ്കീയിങ്, ട്യൂബ് സൈഡ്, അതുപോലെ തന്നെ സിപ്പ് ലൈനും കൂടി ചേർത്തിട്ട് ഇപ്പോ നമുക്ക് പറഞ്ഞേക്കണം ഒരാൾക്ക് 1000 രൂപ, രണ്ടുപേർക്ക് 2000 രൂപ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പാക്കേജ് എടുത്ത് ഇതാ പോകുന്നു. സ്കീയിങ്, സിപ്പ് ലൈൻ, പിന്നെന്താ ട്യൂബിന്റെ മുകളിൽ കൂടെ എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ട്യൂബ് സ്ലൈഡ്. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ചുറ്റും മഞ്ഞ്.
കാല് പൊക്കി വെക്കിട്ട് തരൂ. അങ്ങനെ ഷാരു സ്കീം ചെയ്യാണ്. പ്രൊഫഷണൽ. വെരി ഗുഡ്. ഇതാ പോണു അവിടെ അവിടെ. ഓക്കേ, ബാഗ് പിടിക്കണോ? ബാലൻസിങ് ഇല്ലേ വീട് ഞാന് അമ്മച്ചി അമ്മച്ചി. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ സ്കൈയിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തതായിട്ട് പോകുന്നു സിപ്പ് ലൈൻ. ഇതാ പോകുന്നു താഴ്ന്നു. എവിടെ ചവിട്ടിയിലും താഴ്ന്നു. ഹിയർ ശരി ഇരിക്കി. ഓക്കെ പോട്ടെ. കൈ വിടല്ലേ. അയ്യോ ഒരു 1 മിനിറ്റ്. കൈ വിട് കൈ വിട്. ഇല്ല കുഴപ്പമില്ല. So guys, അമ്മേ നോക്കൂ, അടിപൊളി എക്സ്പീരിയൻസ്. മഞ്ഞുമലയിലൂടെ എത്തി ഗൈസ്. എങ്ങടെ അടിപൊളി സൂപ്പർ. അമ്മേ അങ്ങനെ ഞങ്ങൾ 3 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വേറെ സ്ഥലമായിട്ടാ സോളാങ് വാലി. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, നമുക്ക് ഒരു തരത്തിലും മടുപ്പം തോന്നില്ല. നടക്കുമ്പോൾ മാത്രം ചെറുതായിട്ട് ശ്രദ്ധിക്കണം. തെന്നുന്നുണ്ട്, നല്ലോണം സ്ലിപ്പ് ആവുന്നുണ്ട്. സോ ഗൈസ്, ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ റൊത്താം പാസ്. ദാ കാണുന്ന മലയിൽ, ദാ കാണുന്ന മല. നല്ല സ്നോ ഫോളിംഗ് ഉണ്ട് ആ ഭാഗത്തൊക്കെ. നമുക്ക് ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. See you the next place. വരുമ്പോ നമുക്കൊരു വില്ലേജ് കാണാൻ പറ്റും. इसका नाम സേതൻ വില്ലേജ്. ഇഗ്ലൂ. ഓ ഓക്കെ, ഇവിടെ ഇഗ്ലൂ ഹൗസുകളൊക്കെ കാണാൻ പറ്റും. സോ ഗൈസ് അങ്ങനെ ഹംദ പാസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റഫായിട്ടുള്ള ഏരിയ കൂടെയാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ സോളാങ് വാലിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അടൽ ടണലും സിസു ഒക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിന് സാഹചര്യം കിട്ടിയില്ല. ഇന്ന് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നു ഹംദ പാസ്. ഹംദ പാസിലേക്ക് 4 വണ്ടികൾ മാത്രമായിട്ട് പോവുള്ളൂ, വേറെ വണ്ടികളൊന്നും പോവില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു വണ്ടി എടുത്തു. കടന്ന് ഏകദേശം 5500 രൂപയായി. 34 ഹെയർ പിൻ വളവുകളുണ്ട്. സോ ഫ്രണ്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുള്ള് മഞ്ഞ് മൂടിയ മലകളാണ്. ഞാൻ ആദ്യം ബാക്കിലാണ് ഇരുന്നത്, പക്ഷെ എനിക്ക് ബാക്ക് സൈഡിലിരിക്കുമ്പോൾ തലയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു. എൻ്റെ പൊന്നു മക്കളെ നോക്ക്, അടിപൊളി റൂട്ട് ഇട്ടാ. ഇവിടെ നമുക്കൊരു ഡാം കാണാൻ പറ്റുന്നുണ്ട്. സോ ഗൈസ് അങ്ങനെ ഹംദ പാസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇതാ ചുറ്റും മഞ്ഞുമലകളാൽ മൂടപ്പെട്ട 1-2 ചെറിയ പുക പാറുന്ന കടകളല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. ഞങ്ങൾ ഒരു ലേസും ഒരു ഹൈഡ് ആൻഡ് സീക്കും 2 മാസം മേടിച്ചിരിക്കുക. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഐസാവും, ഫ്രീസാവും. ഈ മഞ്ഞത്ത് ഇങ്ങനെ ചൂട് ഓംലെറ്റ് ഒക്കെ കഴിക്കാൻ എന്ത് രസമാണ്. ഈ മലയൊന്ന് കയറി നോക്കാൻ പോവാണ്. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾക്കൊരു ദാദിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ കടയുള്ള ദാദി താഴത്താണ് താമസിക്കുന്നത്, ഞങ്ങളോടൊപ്പം വരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഗ്ലൂ ഹൗസ് ആണ്, സ്നോ ഹൗസ്. ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന താമസിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്നോ ഹൗസ് ആണ്. വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. ദാദി പോയപ്പോ അടുത്ത 3 പേര് കയറി വണ്ടിയിൽ. अच्छा लगा है. सुपर से ऊपर. സോ ഗൈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ ദിവസം റാസ്റ്റിക് വുഡിനോട് വിട പറയുകയാണ്. സോ ഞങ്ങൾക്ക് ഏറ്റവും മിസ്സാവുന്നത് ഇവിടുത്തെ കാഴ്ചകളാട്ടോ. ഇന്നലെ നമ്മൾ പോയത്
ഈ മലകൾ ഇതിങ്ങനെ ചുരം കയറി ഈ മലയുടെ അപ്പുറത്തേക്കാണ് പോയത്. സോ നമ്മൾ ഇനി പോകാൻ പോകുന്നു കുളുവിലേക്ക്. ഈ ഹോട്ട് എയർ ബലൂണിന്റെ ചുറ്റും വേണ്ട ഒരു ഡ്രോൺ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. സോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ് ഇവിടുത്തെ മണലിലെ ലോക്കൽ ട്രാൻസ്പോർട്ട് കേട്ടോ. സോ ഗൈസ് ഇവിടെ ഹോട്ട് എയർ ബലൂണാണ്. ഓക്കെ, വരുന്ന വഴിക്കൊക്കെ ഈ സാധനം കാഴ്ച കാണാൻ പറ്റുമോ? ഇത് ആക്ച്വലി താഴെ കുറച്ച് പേര് ഉണ്ടോ ഇന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബർണർ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് ഹീറ്റ് മുകളിലേക്ക് ആക്കിയിട്ടാണ് ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ. സോ ഗൈസ് ഈ ഭാഗത്ത് തന്നെ നമുക്ക് പാരഗ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് പോകാവുന്നതാണ്. ഏകദേശം ഒരു 3500 റേറ്റ് പറയും. സോ ഗൈസ് ഞങ്ങളിങ്ങനെ കുള്ളൂർ പോകുന്ന വഴിയിലാണ്. ഡോബി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് പാരഗ്ലൈഡിങ്ങിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും. ഇതാ ഈ മലയുടെ മുകളിൽ നിന്നാണ് ഉണ്ടോ, മുകളിലുണ്ടോ. പാരാഗ്ലൈഡിംഗ് ഒക്കെ കണ്ടു. അപ്പൊ ഞങ്ങള് എന്തിൽ കയറണം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിന്ന സമയത്താണ് റിവർ റാഫ്റ്റിംഗിന്റെ ഒരു സ്ഥലം എത്തിയത്. അപ്പൊ പിന്നെ അങ്ങനെ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ ഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഗൈസ് ഞങ്ങൾ കുളുവിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. വൈഷ്ണവ് ദേവി ടെമ്പിളിലാണ്. കയറുമ്പോൾ തന്നെ ഇവിടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാം. ഫ്രീ എൻട്രൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം. സോ ഗൈസ് ഇതിനുള്ളിൽ കൂടെ പോകണം. അങ്ങനെ കുള്ളൂര് നല്ല മഴ കേട്ടാ. ഞങ്ങൾ ഈ അമ്പലത്തിൽ കയറി ഇറങ്ങുമ്പോഴത്തേനും നല്ല മഴ പെയ്തു. കുറേ നേരമായിട്ട് ഇങ്ങനെ ചാറി നിൽക്കണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ട് മഴയും കിട്ടിയില്ലേ. സോ ഗൈസ് കുള്ളു ബസ് സ്റ്റാൻഡ് കേട്ടാ. അത്യാവശ്യം നല്ല നീറ്റായിട്ട് എസ്കലേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. സൂപ്പർ. നമ്മുടെ ഡ്രൈവറിൻ്റെ വീട് ഇവിടെ തന്നെ കേട്ടോ. ആളുടെ കൊച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്ന. അപ്പം നമ്മുടെ ഒപ്പം. സോ ഞങ്ങളിപ്പോൾ ഉള്ളത് കുള്ളൂരിലുള്ള ലോക്കൽ മാർക്കറ്റിലാണ്. റിവറിനോട് ചേർന്നുള്ള മാർക്കറ്റ് കേട്ടോ. ഇവിടെ പച്ചക്കറി തൊട്ട് സകല സാധനങ്ങളും കിട്ടും. ഇതിനെ കുളു സർവറി മാർക്കറ്റ് എന്നാട്ടോ പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. സർവറി മാർക്കറ്റ്. ഇവിടെ ഹോളി ആവാറായി. മറ്റന്ന ഹോളിയാണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പച്ച കളറാ. ഹായ്. നീണ്ടു കിടക്കുന്ന വിശാലമായ കുളു മാർക്കറ്റ്. ബാഗ്സ്, ക്ലോത്ത്സ്, എല്ലാ ഡ്രസ്സും എല്ലാം പർച്ചേസിങ്ങിനൊക്കെ പറ്റിയ മാർക്കറ്റ് കേട്ടോ. ആഫ്റ്റർ മണാലി കുള്ളു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പർച്ചേസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, പർച്ചേസ് ഒക്കെ ചെയ്യാം. Say hello, say hello, hello. आपका नाम क्या है? Frankie. സോ ഗൈസ് ഞങ്ങളുടെ കുളു മണാലി യാത്ര ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിരിക്കുകയാണ്. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബർഗർ കിങ്ങിലാണ്. അത്യാവശ്യം ഗ്രില്ല് ചിക്കനൊക്കെ നല്ല ടേസ്റ്റോട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ ഷോർട്സുകൾ കാര്യങ്ങളെല്ലാം എടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എബ്രഹാംസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ. അടുത്തൊരു കിടുക്കാഴ്ച വീഡിയോ കാണുന്നവരെ ബൈ.